ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷന്റെ ഡേ 1ലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിന്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. പ്രവർത്തനം 1, ഒഴുകുന്ന പുഴ. നല്ല മഴ. മഴയിൽ പുഴ നിറഞ്ഞൊഴുകി. മീനുകൾ തുള്ളിച്ചാടി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. മലയിൽ നിറയെ പൂമരങ്ങൾ. ഇരുവശവും പച്ച വിരിച്ച വയലുകൾ. മലയും കാടും വയലും കടന്ന് പുഴ ഒഴുകി. പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം. ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ. പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു. പുഴയുടെ നിറം മാറി. പുഴയ്ക്ക് സങ്കടമായി. കഥ വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതൂ. ഒന്നാമത്തെ ചോദ്യം, പുഴ നിറഞ്ഞതെപ്പോൾ? എപ്പോഴാണ് പുഴ നിറഞ്ഞത്? നല്ല മഴ പെയ്തപ്പോൾ. രണ്ടാമത്തെ ചോദ്യം, മീനുകൾ എന്താണ് ചെയ്തത്? തുള്ളിച്ചാടുകയാണ് ചെയ്തത്, അല്ലേ? മൂന്നാമത്തെ ചോദ്യം, മലയിൽ നിറയെ എന്താണുള്ളത്? മലയിൽ നിറയെ പൂമരങ്ങളാണ്. നാലാമത്തെ ചോദ്യം, പുഴയ്ക്ക് കുറുകെ എന്താണ്? ഒരു വലിയ പാലമാണ്, അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടം വന്നത്? കൂറ്റൻ കെട്ടിടങ്ങളിൽ നിന്നും മലിനജലം ഒഴുകി വന്നപ്പോൾ പുഴയുടെ നിറം മാറിയത് കൊണ്ടാണ്, അല്ലേ? ആക്ടിവിറ്റി 2, ഫ്ലവർ ട്രീ. പൂമരം. കളർ ദ ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലവർ ട്രീ. പൂമരത്തിലെ പൂക്കൾക്ക് നിറം നൽകണം. എങ്ങനെയാണ് നിറം നൽകേണ്ടത്? യെല്ലോ, മഞ്ഞ നിറം എത്ര പൂക്കൾക്കാണ് നൽകേണ്ടത്? 6 പൂക്കൾക്കാണ് നൽകേണ്ടത്. റെഡ്, ചുവപ്പ് നിറം എത്ര പൂക്കൾക്കാണ് നൽകേണ്ടത്? 5 പൂക്കൾക്കാണ് നൽകേണ്ടത്. ബ്ലൂ, നീല നിറം എത്ര പൂക്കൾക്കാണ് നൽകേണ്ടത്? 14 പൂക്കൾക്കാണ് നീല നിറം നൽകേണ്ടത്. നിറം നൽകേണ്ടത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതേപോലെയാണ് നമ്മൾ നിറം നൽകേണ്ടത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി യെല്ലോ ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ആർ ദർ? എത്ര മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുമാണ് ആകെയുള്ളത്? മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 6, അല്ലേ? ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 5, അല്ലേ? അങ്ങനെയാണെങ്കിൽ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കൾ എത്രയാണുള്ളത്? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 6 + 5 = 11. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ഓൺ ദ ഫ്ലവർ ട്രീ? പൂമരത്തിൽ ആകെ എത്ര പൂക്കളാണുള്ളത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? യെല്ലോ ഫ്ലവേഴ്സ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 6. റെഡ് ഫ്ലവേഴ്സ് 5. ബ്ലൂ ഫ്ലവേഴ്സ് 14. ഇവയെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ നമ്മൾക്ക് പൂമരത്തിൽ ആകെ എത്ര പൂക്കളാണ് ഉള്ളതെന്ന് കിട്ടും. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 6 + 5 + 14 = 25 flowers. The wind blew. അങ്ങനെ കാറ്റ് വീശി. തേർഡ് ക്വസ്റ്റ്യൻ, 3 yellow flowers and 2 blue flowers fell down. 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും താഴെ വീണു. How many flowers will be left on the tree? ഇപ്പോൾ എത്ര പൂക്കളാണ് മരത്തിൽ ബാക്കിയുള്ളത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 3 യെല്ലോ ഫ്ലവേഴ്സും 2 ബ്ലൂ ഫ്ലവേഴ്സും താഴെ വീണിട്ടുണ്ട്. അത് എത്ര പൂക്കളാണ് ആകെ താഴെ വീണിരിക്കുന്നത്? 3 + 2 = 5 ഫ്ലവേഴ്സ് ആണ് താഴെ വീണിരിക്കുന്നത്. പൂമരത്തിൽ ആകെ എത്ര പൂക്കളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? 25 ഫ്ലവേഴ്സ് ആണ്, അല്ലേ? അതിൽ നിന്നും 5 പൂക്കളാണ് താഴെ വീണിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 25 - 5 = 20 ഫ്ലവേഴ്സ് ആണ് ഇപ്പോൾ മരത്തിലുള്ളത്. പ്രവർത്തനം 3, പൂമരത്തിലെ കൂട്ടുകാർ. മാമലമേലെ പൂമരമുണ്ട്. തേന്മണമൊഴുകും പൂവുകളുണ്ട്. പൂവുകൾ തോറും പാറി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ട്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. മാമലമേലെ പൂമരമുണ്ട്. തേന്മണമൊഴുകും പൂവുകളുണ്ട്. പൂവുകൾ തോറും ഡാഷ്. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾക്ക് പൂരിപ്പിക്കേണ്ടത്. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാനായി താഴെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾക്ക് വരികൾ കൂട്ടിച്ചേർക്കേണ്ടത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? പൂമ്പൊടി തിന്നും, കലപില കൂട്ടും, മൂളിപ്പാടും. ഇനി ഇവയെല്ലാം ചേർത്ത് നമ്മൾക്ക് വരികളൊന്ന് ഉണ്ടാക്കി നോക്കാം, അല്ലേ? പൂവുകൾ തോറും പൂമ്പൊടി തിന്നും പൊന്നിറമാം തേനീച്ചകളുണ്ടേ. മാമലമേലെ പൂമരമുണ്ടേ. തേന്മണമൊഴുകും പൂവുകളുണ്ടേ. പൂവുകൾ തോറും കലപില കൂട്ടും കുഞ്ഞിക്കിളികൾ പാറുന്നേ.
മാമലമേലെ പൂമരമുണ്ടേ, തേന്മണമൊഴുകും പൂവുകളുണ്ടേ, പൂവുകൾ തോറും മൂളിപ്പാടും വരയൻ വണ്ടുകളുണ്ടേ. പ്രവർത്തനം 4. ഗ്രാമക്കാഴ്ചകൾ. ഗ്രാമക്കാഴ്ചകൾ നോക്കൂ, എത്ര മനോഹരം. വായിച്ച് ഗ്രാമത്തിലെ കാഴ്ചകൾക്കു നേരെ ശരി അടയാളം രേഖപ്പെടുത്തൂ. പീലി വിടർത്തി ആടുന്ന തെങ്ങുകൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളാണ് അല്ലേ? അതിനു നേരെ ശരി അടയാളം ഇടാം. പിന്നെയോ, ആളുകളുടെ തിക്കും തിരക്കും, അത് ഗ്രാമത്തിലെ കാഴ്ചകളല്ല അല്ലേ? പട്ടണത്തിലെ കാഴ്ചകളാണ്. പിന്നെയോ, പച്ച വിരിച്ചു നിൽക്കുന്ന വയലുകൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. അതിനു നേരെ ശരി അടയാളം ഇടാം. തിരക്കു കുറഞ്ഞ റോഡുകൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. അതിന് നേരെ ശരി അടയാളം ഇടാം. പിന്നെയോ, കൂറ്റൻ കെട്ടിടങ്ങൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളല്ല, അത് പട്ടണത്തിലെ കാഴ്ചകളാണ് അല്ലേ? പിന്നെയോ, കളകളം പാടി ഒഴുകുന്ന തോടുകൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. അതിന് നേരെ ശരി അടയാളം ഇടാം. പിന്നെയോ, വയൽ വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. അതിനു നേരെ ശരി അടയാളം ഇടാം. പിന്നെയോ, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, അത് ഗ്രാമത്തിലെ കാഴ്ചകളല്ല, അത് പട്ടണത്തിലെ കാഴ്ചകളാണ്. ആക്ടിവിറ്റി 5, ഫ്രൂട്ട് ബാസ്കറ്റ്. പഴക്കുട്ട. നോട്ട് ഓൺലി ദ ഫ്ലവർ ട്രീ, പൂമരങ്ങൾ മാത്രമല്ല, ദ മൗണ്ടൻ ഈസ് ആൾസോ ഫുൾ ഓഫ് ഫ്രൂട്ട് ട്രീസ്. മലകൾ പഴങ്ങളുള്ള മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ചിക്കു, ഗ്വാവ, ചാമ്പ, മാംഗോ ട്രീ എക്സെട്ര. ഹെവി വിൻഡ് ബ്ലൂ, വലിയ കാറ്റ് വീശി. ഫ്രൂട്ട്സ് ഫെൽ ഡൗൺ, അങ്ങനെ പഴങ്ങൾ താഴെ വീണു. ചിൽഡ്രൻ പിക്ഡ് അപ്പ് ദ ഫ്രൂട്ട്സ്, അങ്ങനെ കുട്ടികൾ പഴങ്ങളെല്ലാം പെറുക്കി. ഹൗ മെനി ഫ്രൂട്ട്സ്, എത്ര പഴങ്ങളാണ്? പഴങ്ങളുടെ എണ്ണം കാണിക്കുന്ന പട്ടികയാണ് താഴെ നൽകിയിരിക്കുന്നത്. വിട്ടുപോയിരിക്കുന്ന ഭാഗം കൂട്ടുകാർ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ചിക്കു ഫ്രൂട്ട് എത്രയാണുള്ളത്? അവിടെ ടോട്ടൽ എത്രയാണെന്ന് കൂട്ടുകാർക്ക് നൽകിയിട്ടില്ല. പക്ഷേ ടെൻസും വൺസും നൽകിയിട്ടുണ്ട്. എത്ര ടെൻസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്? 2. 2 ടെൻസ് എത്രയാണ്? 20. വൺസ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 3. 3 വൺസ് എത്രയാണ്? 3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ ഉണ്ടാവുക? 20 + 3 = 23 ചിക്കു ആണ് അവിടെ ഉള്ളത്. ഇനി ഗ്വാവ ഫ്രൂട്ട് എത്രയാണ് ടോട്ടൽ ഉള്ളത്? 36 ആണ്. 36ൽ എത്ര ടെൻസ് ആണുള്ളത്? 3 ടെൻസ് ആണ് അല്ലേ? അതേപോലെ തന്നെ 36ൽ എത്ര വൺസ് ആണുള്ളത്? 6 വൺസ് ആണ്. ഇനി ചാമ്പ ഫ്രൂട്ട് ടോട്ടൽ എത്രയാണെന്ന് നമ്മൾക്ക് നൽകിയിട്ടില്ല. പക്ഷേ ടെൻസും വൺസും നൽകിയിട്ടുണ്ട്. എത്രയാണ് ടെൻസ് നൽകിയിരിക്കുന്നത്? 4 ടെൻസ് എത്രയാണ്? 40. വൺസ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 5 വൺസ് എത്രയാണ്? 5 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണുള്ളത്? 40 + 5 = 45 ചാമ്പയാണ് അവിടെയുള്ളത്. ഇനി മാംഗോ ഫ്രൂട്ട് എത്രയാണുള്ളത്? ടോട്ടൽ 10 മാംഗോസ് ആണ് ഉള്ളത്. 10ൽ എത്ര ടെൻസ് ആണുള്ളത്? 1 10 ആണുള്ളത്. 10ൽ വൺസുകളൊന്നും തന്നെയില്ല. പിന്നെയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രൂട്ട് ഡിഡ് ദേ ഗെറ്റ് മോർ? കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഏത് പഴമാണ് കിട്ടിയിരിക്കുന്നത്? കൂട്ടുകാർ ടേബിളിൽ നോക്കൂ, ഏത് പഴമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 45 ആണ് അല്ലേ? 45 എണ്ണമുള്ളത് ഏത് ഫ്രൂട്ടാണ്? ചാമ്പയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. പഴങ്ങളുടെ എണ്ണത്തെ ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലുതിലേക്ക് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? 10, 23, 36, 45. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.